കണ്ണൂർ ചെമ്പല്ലിക്കുണ്ടിൽ കുഞ്ഞുമായി പുഴയിൽ ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വയലപ്ര സ്വദേശി റീമയാണ് മരിച്ചത്. 3 വയസ്സുള്ള കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് സംഭവിച്ചത്? ഇതിന് പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മറ്റ് വിശദാംശങ്ങൾ. അനുജ, ഇപ്പോൾ ഈ വയലപ്ര സ്വദേശിയായിട്ടുള്ള 30 വയസ്സുള്ള റീമയുടെ മൃതദേഹം അല്പസമയം മുമ്പ് കണ്ടെത്തി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സ്, സ്കൂബ സംഘം, പോലീസ്, നാട്ടുകാരെല്ലാം ചേർന്നാണ് ഈ പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. നമുക്കറിയാം, മഴയായതുകൊണ്ട് തന്നെ നല്ല അടിയൊഴുക്കും കാര്യമായി തന്നെ ജലനിരപ്പുള്ള പുഴയാണ്. അതുകൊണ്ട് തന്നെ അത് തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും റീമയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. 3 വയസ്സുള്ള കുട്ടിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുഴയിൽ തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഇവർ കുഞ്ഞുമായി റീമ പുഴയിലേക്ക് ചാടിയത് എന്നതാണ് നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ ഈ പുലർച്ചെ സമയത്ത് ഈ പുഴയുടെ താഴ്ഭാഗത്ത് ചൂണ്ടയിടാൻ നിന്നിരുന്ന ഒരാളാണ് ഇവർ പുഴയിലേക്ക് ചാടുന്നത് കണ്ടത്. അങ്ങനെ അവിടെ നാട്ടുകാരെയും അതോടൊപ്പം പോലീസിനെയും ചൂണ്ടയിടുന്ന ആള് വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസും ഉൾപ്പെടെ അവിടെ എത്തിയത്. ബന്ധുക്കളെയും മറ്റ് ആൾക്കാരെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവരുടെ വീട്ടിൽ പ്രായമായ ഈ റീമയുടെ അമ്മയും അച്ഛനും മാത്രമാണ് ഉള്ളത്. ഭർത്താവ് അകന്ന് താമസിക്കുകയാണ് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്താണ് ഇതിന്റെ പ്രേരണ എന്ന് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. അത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കണ്ണൂർ ചെമ്പല്ലിക്കുണ്ടിലാണ് കുഞ്ഞുമായി അമ്മ പുഴയിൽ ചാടിയത്. ഇപ്പോൾ അമ്മയുടെ മൃതദേഹം കണ്ടെത്തി കുഞ്ഞിനായുള്ള തിരച്ചിൽ തുടരുകയാണ്.